പാഠമെന്ന പള്ളിക്കൂടം. ഇക്കൊല്ലം സ്കൂൾ തുറക്കുമ്പോൾ തിരുവല്ല സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുറച്ച് അതിഥികൾ ഉണ്ടാകും. കലാപത്തിൻ്റെ കയ്പിൽ നിന്ന് വിദ്യയുടെ മധുരം ആസ്വദിക്കാൻ വന്ന മണിപ്പൂരിൻ്റെ മക്കൾ. കലാപത്തെ തുടർന്ന് മണിപ്പൂരിൽ നിന്നെത്തിയ കുട്ടികളെ സ്നേഹത്തോടെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് സ്കൂൾ അധികൃതർ. ഇന്ത്യയിൽ മുഴുവൻ വേരുകളുള്ള സന്നദ്ധ സംഘടനയാണ് സത്യം മിനിസ്ട്രീസ്. അവരുടെ മണിപ്പൂർ ഘടകമാണ് കലാപഭൂമിയിൽ നിന്ന് ഈ കുട്ടികളെ മലയാള മണ്ണിലെത്തിച്ചത്. ഒരു മാസം മുൻപ് കേരളത്തിൽ കാലുകുത്തുമ്പോൾ ആശങ്ക മാത്രമുണ്ടായിരുന്ന മുഖങ്ങളിൽ ഇപ്പോൾ നിറപുഞ്ചിരിയാണ്. Kerala is hotter and it's a very good place. People also is good, better than Manipur. Yes, not that much because at the start of the war I came out. കവിയൂരിലെ സത്യ മിനിസ്ട്രീസ് കേന്ദ്രത്തിൽ നിന്ന് ഈ കുട്ടികൾ പോകുന്നത് തിരുവല്ല സെയിന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ്. സെമിനാരി ഗ്രാജുവേറ്റ് ചെയ്ത പാസ്റ്റേഴ്സ് അവിടെ താമസമുണ്ട്. അവർ നിലവിളിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ അവിടെ ചെന്ന് അവിടുത്തെ ദയനീയ സ്ഥിതി കണ്ട് ഇവരെ സഹായിക്കാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 7-8 മാസമായി. അതിനുശേഷം അമ്മമാരും ഒക്കെ വന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി ആലോചിച്ച് അങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നത്. 8, 9, 10 ക്ലാസ്സുകളിലാണ് കൂടുതൽ പേർക്കും പ്രവേശനം. Hello, good afternoon. I'm the English teacher there. My name is Vinny. Myself, Nancy Varghese. I'm taking mathematics students. ഏകദേശം 40ഓളം കുട്ടികളിലെ 39 കുട്ടികളാണ് ഈ വർഷം സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8, 9 ക്ലാസ്സുകളിലായിട്ട് പഠിക്കുന്നത്. ഈ കുട്ടികൾ നമ്മുടെ മറ്റു കുട്ടികളോടൊപ്പം ചേർന്ന് നിന്ന് അവർ പഠിക്കുകയാണ്. സെയിന്റ് തോമസ് സ്കൂളിലെ കൂട്ടുകാരും അധ്യാപകരും കുഞ്ഞു മനസ്സിൽ കലാപങ്ങളുണ്ടാക്കിയ മുറിവുകൾ ഉണക്കുമെന്നാണ് പ്രതീക്ഷ. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീതി ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.